ഇങ്ങനെ തട്ടായിട്ട് പണിയുന്ന റിസോർട്സിനൊക്കെ ഇതൊരു അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് കേട്ടോ. ഹണിമൂണിന് ബെസ്റ്റ് സ്പേസ് ആണ് നമ്മുടെ ഈ ചാൻഡീസ് വിൻഡിവുഡ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ലക്ഷറി ഹോട്ടൽസിൽ ഒരെണ്ണമാണ് നമ്മുടെ മൂന്നാറുള്ള ചാൻഡീസ് വിൻഡിവുഡ്സ്. ഇവിടെ നമ്മൾ വന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഒന്ന്, ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. നമ്മൾ ആദ്യമായിട്ട് മൂന്നാറിലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വന്നേക്കുവാണ്. രണ്ടാമത്തേത് ഇവിടുത്തെ ഫുഡാണ്. ഒരു മൂന്നാർ വ്ലോഗിലേക്ക് സ്വാഗതം. വെൽക്കം ഡ്രിങ്ക് ഇഞ്ചി നാരങ്ങ വെള്ളം. മൂന്നാറിലെ ഒരേ ഒരു 5 സ്റ്റാർ റിസോർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, ചാൻഡീസ് വിൻഡിവുഡ്. അത് ഓൾറെഡി നിങ്ങൾ ഇൻട്രൊഡക്ഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അവിടുത്തെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള റൂമാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. ഒരു രക്ഷയില്ല, സ്ഥിരം ഡയലോഗ്. ബെഡൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ചാൻഡീസിന് ഒരു പ്രത്യേകത 5 സ്റ്റാർ ഹോട്ടൽ എന്നുള്ളത് മാത്രമല്ല, ട്രിപ്പ് അഡ്വൈസറിലൊക്കെ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണിത്, ഒരു ഹോട്ടലാണിത്. കണ്ടോ, റൂമിന്റെ അകത്ത് തന്നെ നമുക്കൊരു ജക്യൂസി ഉണ്ട്. രാത്രി അതിലൊരു മിനി ബാർ ഉണ്ട് നമുക്ക്. പിന്നെ ഇതിന്റെ സൈഡിൽ ബട്ടർ കുക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ 2 കസേരയൊക്കെ ഇട്ടിട്ട് ആൻഡ് വിശാലമായൊരു ബാൽക്കണി. ഇതാണ് ഇവിടുത്തെ വിശാലമായ ബാൽക്കണി. നമുക്ക് ബാൽക്കണിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നൊരു ഓപ്പൺ ടെറസ് ആണ്. പിന്നെ ആ സൈഡിൽ നമുക്ക് ടീ പ്ലാന്റേഷൻ കാണാനായിട്ട് പറ്റും. ഫ്രണ്ടില് നമ്മുടെ ആനച്ചാലിന്റെ ഒരു ടൗൺ വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സൈഡില് കുറച്ച് അല്ലാത്തൊരു ചെറിയൊരു ഇവിടുന്ന് ട്രക്കിംഗ് പോണത് ആ ഒരു ഏരിയട്ടാണ് പറഞ്ഞത്. ഒത്തിരി കാണാനായിട്ട് ഈ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാനായിട്ട്, നമുക്ക് വിശാലമായിട്ട് എല്ലാം കാണാം കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബാത്റൂം ആട്ടോ. വിശാലമായ ബാത്റൂം. ആൻഡ് ഇഷ്ടപ്പെടാൻ ഒരു കാരണം കൂടി ഉണ്ട്. സോറി, ഓൾറെഡി പറഞ്ഞു കിടക്കുമായിരുന്നു. ഇവിടുത്തെ ഐറ്റംസ് കാണിച്ചു തരാം. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ, എത്ര ഭംഗിയായിട്ട് ഇതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണെന്ന് അറിയോ. ശരിക്കും ഒരു സ്പാ ഫീല് കിട്ടും നമ്മള് ഇതൊക്കെ വെച്ചൊന്ന് സ്വസ്ഥമായിട്ട് കുളിച്ചു കഴിയുമ്പോ. ആൻഡ് ഇവിടെ കണ്ടോ, നല്ല നല്ല മണം നിൽക്കാനായിട്ടുള്ള സംഭവങ്ങള് കൊള്ളാം. ആ ഒരു 5 സ്റ്റാർ സ്റ്റാൻഡേർഡ്സ് എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. വന്ന വഴി തന്നെ പിള്ളേര് മുന്നിലേക്ക് ചാടി ഇവിടെ നനച്ചു കുതിർത്തുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമായി വെച്ചോ. ഞങ്ങൾ ഇവിടെ ടെറസിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യം ഇവിടെ ചുമ്മാ ഫോട്ടോ എടുക്കാൻ വന്നായിരുന്നു. അപ്പൊ എന്നോട് ഒരു ട്രാംപലിൻ പാർക്ക് ഉണ്ടെന്ന് കണ്ടത്. ഒരു ട്രാംപലിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കര ട്രാംപലിൻ ഫാൻ ആയതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പോയി വിളിച്ചിറക്കി. ഇവിടെ ട്രാംപലിൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവിടെ നോക്കൂ, മൂന്നാറിൽ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ സൂര്യാസ്തമയം, ഇവിടെ കോട ഇറങ്ങുന്നു. കോട ഇങ്ങനെ വൈഡായിട്ട് 3 തട്ടായിട്ടാണ് പ്രോപ്പർട്ടി എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഫ്ലോറിലേക്ക് കയറാൻ ഓരോ ലിഫ്റ്റ് കയറണം. ഇതിങ്ങനെ ഇവിടുത്തെ ഇങ്ങനെ സ്ട്രക്ചറാണ്. നമ്മുടെ റൂം ഈ ഇവിടെ മട്ടൻ സൂപ്പാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ചില്ലി എഗ് ഉണ്ട്. ഫിഷ് ചില്ലി ഓയിസ്റ്റർ. ഇതൊക്കെ മൂന്നാറാണ്. അതാണ് ഇതൊക്കെ കണ്ടോ. മൂന്നാർ നമ്മൾ ഇതുവരെ സ്റ്റേ ചെയ്താൽ ഇത്രയും വെറൈറ്റി ഓഫ് ഡിഷസ് വേറെ ഒരു ഹോട്ടലിൽ കണ്ടിട്ടുണ്ടോ.
സ്പെഷ്യൽ ഐറ്റംസ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെന്തോ പൊട്ടറ്റോ ഫ്രൈഡ് പൊട്ടറ്റോ, തൈര് മുളക് കൊണ്ടാട്ടം ചിക്കൻ. എനിക്ക് പ്ലേറ്റിലേക്കൊന്നും ഇടാനുള്ളൊരു ക്ഷമയില്ല കേട്ടോ, ഞാൻ എല്ലാ നേരം കഴിക്കും. തവ ഗ്രിൽഡ് പ്രോൺസ് ആണ് കേട്ടോ. ഇത് സ്റ്റഫ്ഡാണ് പറഞ്ഞത്. സ്റ്റഫ്ഡ് ചിക്കനാണ്, ക്രസ്റ്റ് ഒക്കെ ആയിട്ട് കുറെ ഐറ്റംസ് നമ്മളിങ്ങനെ പുതിയത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മുട്ടയപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഷെഫ് നിബു ആണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഇപ്പം ഞങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തില്ല, തിരക്കാണ് ആൾക്ക്. അപ്പം നാളെ രാവിലെ എന്തായാലും നമ്മൾ മീറ്റ് ചെയ്ത് വീഡിയോ എടുക്കും കേട്ടോ. രാവിലെ 6 മണിക്ക് എണീറ്റ് ഇവിടെ നിന്ന് നമ്മള് കാന്തല്ലൂർ പോകാൻ പ്ലാൻ ചെയ്ത, പക്ഷെ ഫ്ലോപ്പായി. എണീറ്റില്ല ആരും, ഞാൻ. അപ്പൊ ഏതായാലും ഇപ്പൊ 8 മണിയായി സമയം. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. കമോൺ. ഇവിടുത്തെ ഈ മൂന്നാറിലെ ഏറ്റവും ബെസ്റ്റ്, അത്രയും സ്പ്രെഡ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചാൻഡീസിലെന്നാണ് നമ്മൾ അറിഞ്ഞത്. നോക്കാം. ഇത്രയും ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് കണ്ടിട്ടില്ല കേട്ടോ. അത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഓ, ശരിക്കും ഉണ്ട്. ചോക്ലേറ്റ് പാൻ കേക്ക് നമ്മൾ എടുത്ത് വരണം. ഡയറ്റിന് ചുമ്മാ പറഞ്ഞത് എല്ലാം കാണും. ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഇത്രയൊക്കെ കഴിക്കണുള്ളൂ അല്ലേ. എടുത്തിട്ട് തീരുന്നില്ല കേട്ടോ. എത്രാമത്തെ തവണ എടുക്കണേത് നമുക്ക് തന്നെ ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയും. അതിവിശാലമായ ഒരു റിക്രിയേഷൻ ഏരിയ ആണ് ഇവിടെ ചാൻഡീസ് ഓഫർ ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. ഇൻഡോർ ഗെയിംസിന്റെ തന്നെ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. അത് കൂടാണ്ട് ജിമ്മും ഇവിടെ സെറ്റാണ്. ജിം ഡ്രസ് അല്ല ഇത്, ഭയങ്കര കുഞ്ഞു ഡംബൽ. എന്റെ ട്രെയിനർ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കൂ, ഞാനൊരു ഡെഡിക്കേറ്റഡ് ജിം ഗേൾ ആണ്. I'm good. Yeah, it's very warm. Warm. It's very warm. പൂളിൽ ചാടുന്നതിന് ഒരു വിഷയമല്ല കേട്ടോ. നല്ല വാം വാട്ടർ ആണ്. അതാണ് പുള്ളിക്കാരി പറഞ്ഞത്. നല്ല വാം വാട്ടർ, അതുകൊണ്ട് നമുക്ക് തണുത്ത് വിറയ്ക്കുന്ന ഇഷ്യൂ ഒന്നുമില്ല. കയറി വരുമ്പോൾ നമുക്ക് തോർത്തിയാൽ മതി. സൈക്കിൾ എടുത്ത് ഇറങ്ങിയതാണ്. മടുത്തില്ല. പക്ഷെ കേറ്റ വരുമ്പോ മാത്രം ഉന്തി കയറ്റും, ഇറക്കം മാത്രം ചവിട്ടി ഇറങ്ങും. ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ മെയിൻ പരിപാടി. പക്ഷെ നല്ല രസമുണ്ട്. കുറേ ഫേമസ് ആയിട്ടുള്ള ഫിലിം സ്റ്റാർസ്, അതുപോലെ ഇങ്ങനെ പല പല പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫോട്ടോസ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കണമെന്നവർ പറഞ്ഞിട്ടുണ്ട്, നാളെ ഇവർക്കിനെ ഫ്രെയിം ചെയ്ത് വെക്കുന്നത്. ലഞ്ച് ടേബിൾ ആട്ടോ നമ്മുടെ. അത് ബിരിയാണിയും ചോറും ആണ്, ചോറും കറികളും ആട്ടോ ലഞ്ചിന്. എങ്ങനെയുണ്ട് കൊച്ചു? ഫുഡ് എങ്ങനെയുണ്ട്? ചാൻഡീസിന്റെ ഈ റിസോർട്ടിന്റെ അകത്ത് തന്നെ ഒരു വാട്ടർഫോളും ഒരു ട്രക്കിങ്ങും ഉണ്ട് കേട്ടോ. ഒരു ഫോറസ്റ്റ് ട്രക്കിങ്.
വാ, ഇത് കണ്ടൊരു കേവ് ഒക്കെ, ഇതൊക്കെ മാൻമെയ്ഡ് ആണ്. റീൽസ് എടുത്തോടാ. ഈ വാട്ടർഫോൾ ഇങ്ങനെ മേളിന്ന് തുടങ്ങും. നമ്മള് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഷൂസ് ഇട്ടേക്കുന്നോണ്ട് ഇറങ്ങണില്ല. നല്ല രസമുണ്ട്, മൊത്തത്തിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫോറസ്റ്റ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോ. കിളികളുടെ കളകളാരം. ഇതൊരു ഗുഹയുണ്ട് കേട്ടോ, ഗുഹ. ടോർച്ച് അടിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, നോക്കാം. അയ്യോ, എനിക്ക് പേടിയാ. എന്താ വീണ്ടും പുറത്തേക്കൂടെ പോ. നമ്മൾ ചായ കുടിക്കണത് എവിടെയാണ് കേട്ടോ, അവിടെ ഒരു ഇങ്ങനെ ഓല മേഞ്ഞൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ വന്ന് ചായ കുടിക്കാം. നമ്മൾ ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നേക്കും കേട്ടോ, അണ്ടർഗ്രൗണ്ട് ചായക്കട. പഴയ സെറ്റപ്പ് റേഡിയോ, റാന്തൽ വിളക്ക്, ഓല മേഞ്ഞ പോര, പഴയ വാരികകളൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ വാട്ടർഫോളിന്റെ താഴെ എത്തിയിരിക്കട്ടോ. അത് ഇതാ, ശരിക്കും ഇങ്ങനെ കട്ടായിട്ട് പണിയുന്ന റിസോർട്സിനൊക്കെ ഇതൊരു അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് കേട്ടോ. കാരണം ഇത്രയും ഒരു വേസ്റ്റ് സ്പേസ് ആണ്. ആ സ്പേസ് ഇവരിങ്ങനെ യൂട്ടിലൈസ് ചെയ്തേക്കാണ്. അപ്പൊ ഇവിടെ വരുന്നവർക്കും സന്തോഷം, ആ സ്പേസ് ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി 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 നമ്മുടെ ഫോറസ്റ്റ് അവസാനിച്ച് പുറത്തേക്ക് പോകുന്നു. നമ്മൾ നിന്ന സമയത്ത് ചെറിയ ഇങ്ങനെ ചാറ്റിൽ മഴ വരുമ്പോഴേക്കും ഫുൾ കോട കയറി കാറ്റടിച്ചോണ്ടിരിക്കുക, കോടക്കാറ്റ്. ഭയങ്കര രസം. എന്നെ കണ്ടിട്ടുണ്ടെന്ന് കണ്ടോ? ഞാൻ കൃതാർത്ഥേ. കേട്ടോ, കോട വന്ന് കോട പോയി. പഴയ പോലെ പെട്ടെന്നായിരുന്നില്ല. മഴ പെയ്തപ്പോ കോട ഇറങ്ങിയതാന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. ചാൻഡീസിലെ സ്റ്റേ അവസാനിപ്പിച്ച് നമ്മൾ അങ്ങനെ 3-ാം ദിവസം തിരിച്ച് ചാച്ച ബൈ ബൈ പറഞ്ഞ് പോവാണ്. അപ്പൊ ദേ ഇതാണ് നമ്മുടെ ചാൻഡീസ് വിൻഡി വുഡ്സ്, മൂന്നാർ ചിത്രപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നിങ്ങൾ ഇനി മൂന്നാർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹോട്ടൽ കൺസിഡർ